സ്നേഹമാകും യേശുവേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. പുറപ്പാട് 1:11 മുതൽ. അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരന്മാരെ ആക്കി. അവർ പീദോ, റൈംസേസ് എന്ന സംഭാര നഗരങ്ങളെ ഫറവോന് പണിതു. എന്നാൽ അവർ പീഡിപ്പിക്കുന്തോറും ജനം പെരുകി വർദ്ധിച്ചും. അതുകൊണ്ട് അവർ ഇസ്രയേൽ മക്കൾ നിമിത്തം പേടിച്ചു. മിസ്രൈമ്യർ ഇസ്രയേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയെ സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കയ്പാക്കി. സ്തോത്രം. കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവൻ അവരുടെ ജീവനെ കയ്പാക്കി. അന്നത്തെ ഫറവോ രാജാവ് ജീവനെ കയ്പാക്കി, ജീവനെ കയ്പുറ്റതാക്കി തീർത്തു, ജീവനെ ദുരിതപൂരിതമാക്കി തീർത്തു, കയ്പുള്ളതാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. കയ്പുള്ള ജീവിതം, കയ്പേറിയ ജീവിതം, അത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. കയ്പേറിയ ജീവിതം. അത് പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യം ഓർക്കും. കയ്പേറിയ ജീവിതമായിരുന്നു, കയ്പുറ്റ ജീവിതമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എന്നും പറയുന്നതുകൊണ്ട്, നിങ്ങൾക്ക് എന്നും കേൾക്കുന്നതുകൊണ്ട് മടുപ്പ് വരാതിരിക്കട്ടെ. ചിലർക്ക് മടുപ്പ് വരും. ഇന്ന് ഇയാളിത് എന്ന് പറയുന്നല്ലോ ഒന്ന്, അല്ലേ? ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചതുകൊണ്ട് കയ്പുള്ള ജീവിതമായിരുന്നു. 30-ാമത്തെ വയസ്സിൽ വിധവയായ അമ്മയുടെ കണ്ണീരുണ്ട്. കയ്പുള്ള ജീവിതമായിരുന്നു. തകർന്നുപോയ കുടുംബം, തകർന്നുപോയ കുടുംബം, നാഥനില്ലാതായ കുടുംബം, സന്തോഷം പറ്റിപ്പോയ കുടുംബം. 17 വയസ്സ് വരെയും ഞാൻ കയ്പ് കുടിച്ച് വലഞ്ഞവനായിരുന്നു. എന്ന് പറഞ്ഞാൽ യാതനയേറ്റ് വലഞ്ഞവനായിരുന്നു. ഭാഗ്യവശാൽ ആഹാരത്തിന് മുട്ടുണ്ടായിരുന്നില്ല. കാരണം നെൽകൃഷി ഉണ്ടായിരുന്നു, വേലക്കാരും ഉണ്ടായിരുന്നു, പറമ്പുണ്ടായിരുന്നു. പക്ഷെ പൈസയ്ക്ക് നല്ല പഞ്ഞമായിരുന്നു, പൈസയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കയ്പേറിയ ജീവിതം, കയ്പ്, ജീവിതത്തിൽ കയ്പ്. ഇതുപോലെ കയ്പുള്ള ജീവിതം നയിക്കുന്നവരെല്ലാം ഉണ്ട്. ഭർത്താവ് മരിച്ചുപോയവർ, ഭാര്യ നേരത്തെ വിട്ടുപോയവർ, കയ്പ് തന്നെയാണ്. ഓർത്തോർത്ത് കരയും. കരയാനുള്ള വിഷയങ്ങളുണ്ടാവുമല്ലോ. ഭാര്യയോട് ഒരുമിച്ച് സന്തോഷിച്ചതായ കാലങ്ങൾ, ഒരുമിച്ച് യാത്ര ചെയ്തതായ കാര്യങ്ങൾ, ഒരുമിച്ച് ഏതെങ്കിലും വിരുന്നിന് പോയ കാര്യങ്ങൾ, എന്തെല്ലാം ഓർക്കാനുണ്ട്. എല്ലാം ഇന്ന് ഓർമ്മകൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ. ഭർത്താവിൻ്റെ ഒരുമിച്ച് ജീവിച്ച കാലങ്ങൾ, ഒരുമിച്ച് കുട്ടികളും ഭർത്താവും എല്ലാം ഒരുമിച്ച് കളിച്ച് സംസാരിച്ച കാലങ്ങൾ, അത് ഓർക്കുമ്പോൾ കയ്പ്, വേദന വർദ്ധിച്ചു വരും. കയ്പ്. നിങ്ങളാരെല്ലാമാണ് കയ്പിൽ വലഞ്ഞ് കഴിയുന്നത്? കയ്പേറിയ അനുഭവങ്ങൾ. പൈസയ്ക്ക് ഞെരുക്കം, ആരോട് ചോദിക്കും? കടം ചോദിക്കാൻ ആരുമില്ല, ചോദിച്ചാലും തരില്ല. കയ്പേറിയ ജീവിതം. പൈസയില്ല, മാർഗമില്ല. ആഹാരത്തിൽ പോലും മുട്ടുള്ള ആളുകളുണ്ട്. ഇന്നങ്ങനെയുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആഹാരത്തിന് വലിയ പഞ്ഞമില്ല. ഉണ്ടെന്ന് തോന്നുന്നില്ല. ഹിന്ദുക്കൾക്ക് ജോലി ചെയ്ത് ആഹാരം ഉണ്ടത്തിനുള്ള മാർഗം തേടുന്നുണ്ട്. പണ്ടങ്ങനെയല്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് തന്നെ വീട്ടിൽ രാവിലെ 5-6 പിള്ളേരൊക്കെ വരും. പിള്ളേർ മാത്രമല്ല, ചില സ്ത്രീകളും. പാവങ്ങളോട് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലുള്ള കോളനി അവിടെയുള്ളവരാണ് വരുന്നത്. അവർക്ക് കഞ്ഞി കുടിക്കാനില്ല, അതുകൊണ്ടാണ് വരുന്നത്. അമ്മ അവർക്കെല്ലാം കഞ്ഞി കൊടുക്കും. അന്ന് രാവിലെ കഞ്ഞിയല്ല, ചോറാണ്. ചോറ് കൊടുക്കും. അങ്ങനെ ആഹാരം കൊടുക്കാൻ അമ്മയ്ക്ക് താല്പര്യമായിരുന്നു. കയ്പേറിയ ജീവിതത്തിൽ കഴിയുന്ന ആളുകൾ. പലതിനും പഞ്ഞം, പലതിനും ദാരിദ്ര്യം. എന്നാൽ എല്ലാം സഹിക്കാം. ഭക്ഷണത്തിന് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ സഹിക്കാം. സ്നേഹത്തിന് ദാരിദ്ര്യം വന്നാലോ? സ്നേഹമില്ല. ഭാര്യയുടെ സ്നേഹം കിട്ടുന്നേയില്ല, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നേയില്ല. എന്തു ചെയ്യും? ഭർത്താവിന് സ്നേഹം കിട്ടുന്നില്ല. ഭാര്യയ്ക്ക്
ഒരറപ്പോ വെറുപ്പോ നിങ്ങളോട് തോന്നിപ്പോകുന്നു. സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാണ്, സ്നേഹത്തിൻ്റെ പട്ടിണിയാണ്. ഭർത്താവ് നിങ്ങളെക്കുറിച്ചൊരു അവമതിപ്പ്, ഒരു വിലയുമില്ല. വേണമെങ്കിൽ ഇടയ്ക്ക് കുത്തുവൊക്കെ പറയുകയും ചെയ്യും. നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന എത്രയോ നല്ല നല്ല ആലോചനകളൊക്കെ വന്നതാണ്, തുകകൾ സ്ത്രീധനം തരാമെന്നൊക്കെ പറഞ്ഞ് പലരും വന്നതാണ്. എന്തുകൊണ്ടോ ഞാൻ നിന്നെ കെട്ടിപ്പോയി, ഇപ്പോൾ നിർവാഹമില്ലാതായി പോയില്ലേ, കെട്ടിപ്പോയില്ലേ. ഇങ്ങനെയൊക്കെ പറയുന്ന ഭർത്താക്കന്മാർ, ഹൃദയമില്ലാത്ത മനുഷ്യർ, ഞാൻ പറയും അങ്ങനെയുള്ളതിനെ കുറിച്ച്, ഹൃദയമില്ലാത്ത മനുഷ്യർ, ദൈവത്തിന് സ്തോത്രം. കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ, ദൈവത്തിന് സ്തോത്രം. എബ്രഹാം ലിങ്കൺ കൈപ്പേറിയ അനുഭവത്തിൽ കൂടി കടന്നു പോയ ഒരാളാണ്. വീട്ടിലിരുന്ന് വായിക്കാൻ, വിളക്കിൽ എണ്ണ ഒഴിക്കാൻ എണ്ണ വാങ്ങാൻ പൈസയില്ല. അതുകൊണ്ട് റോഡിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് വായിച്ചു പഠിച്ചു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ വേണ്ടി കെൻറ്റുക്കിയിൽ അവിടെ എബ്രഹാം ലിങ്കൺ കാട്ടിൽ പോയി മരം വിറക് വെട്ടിക്കൊണ്ട് വന്ന് ടൗണിൽ കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു. സഹോദരങ്ങളെ, നിങ്ങൾ എത്ര പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ? ജീവിതത്തിൽ കഷ്ടപ്പെട്ടവർ, യാതനയേറ്റവർ, വിഷമിച്ചവർ, വിശ്രമമില്ലാതെ പണിയെടുത്തു, പക്ഷേ ഫലം കിട്ടുന്നില്ല. പലരും നിങ്ങൾ ധാരാളം അധ്വാനിച്ചു, കയ്യിൽ പൈസ കിട്ടുകയും ചെയ്തു, പക്ഷേ എങ്ങനെ പോയി എന്നറിയാൻ പാടില്ല, കൈ ചോർന്നു പോകുന്നു. അങ്ങ് ചോർന്നു പോവുകയല്ല, ഒരു 10 രൂപ കിട്ടിയാൽ 20 രൂപ ആവശ്യമായി കഴിഞ്ഞു. ഇപ്പോഴേക്കും കൊച്ചിന് രോഗമായി, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അസുഖമായി, അല്ലെങ്കിൽ ഭർത്താവിന് അസുഖമായി, പൈസ ചെലവഴിച്ച്, അല്ലെങ്കിൽ കുറച്ച് വിരുന്നുകാർ വരികയായി, എല്ലാ പ്രശ്നങ്ങൾ, ആവശ്യത്തിന് മതിയാകുന്നില്ല. ജീവിതം ഇന്ന് ദുരിതപൂരിതമായി മനുഷ്യന് വലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ജീവിതം, കൈപ്പേറിയ ജീവിതത്തിൽ മാധുര്യം പകരുന്നതിനാണ് കർത്താവായ യേശു ക്രിസ്തു. മിസ്രൈമിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ല, ദാഹിച്ച് വലയുന്നു, തൊണ്ട ഉണങ്ങുന്നു. നല്ല ഭയങ്കരമായ സൂര്യൻ്റെ ചൂടല്ലേ, ഭയങ്കര ചൂട്, ചുട്ടുപഴുത്ത മണൽ, എന്തു ചെയ്യും? ചുണ്ട് വരളുന്നു, തൊണ്ട വരളുന്നു. ദാഹത്തിനിട്ട് ജലം കിട്ടിയിരുന്നെങ്കിൽ ഒരു സാധ്യതയുമില്ല. അപ്പോഴുണ്ട് അങ്ങ് ദൂരെ കുറേ വെള്ളം ഇങ്ങനെ ഓളം വെട്ടുന്നു. എന്തൊരത്ഭുതം! വെള്ളം ഓളം വെട്ടുന്നു. അവർ പാഞ്ഞു അങ്ങോട്ട്, 1-2 പേരാണോ, 600,000 പേര് അങ്ങ് പാഞ്ഞു അങ്ങോട്ട് ചെന്നു. ആർത്തി കൊണ്ട് കൈക്കുമ്പിൾ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങി. പക്ഷേ അല്പം ഇറക്കിയപ്പോഴേക്കും എല്ലാവരും ഛർദ്ദിക്കുന്നു. ഭയങ്കര കയ്പ്പ്. വെള്ളം കിട്ടി, പക്ഷേ കയ്പുള്ളതാണ്. അനേകർക്ക് കയ്പുള്ള അനുഭവത്തിൽ കഴിയുന്നു. കിട്ടി ചിലതല്ല, ഒരു ജോലി കിട്ടി, പക്ഷേ കയ്പേറിയ അനുഭവം. ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ നല്ല ജോലിയായിരുന്നു, നല്ല ശമ്പളം ഉണ്ടായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ല ജോലിയായിരുന്നു, ഇത്രയും നല്ല ജോലി കിട്ടിയെന്നൊക്കെ സന്തോഷിച്ചു. മാനേജിംഗ് ഡയറക്ടർ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് എന്നെ വിളിക്കും, എന്നെക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. എല്ലാം അദ്ദേഹം പറഞ്ഞു തരും, ഞാനൊക്കെ ചെയ്യും. പിന്നെ അദ്ദേഹം ക്രമേണ അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ തന്നെ എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിക്കാനായിട്ട് അദ്ദേഹം ഒരു സീറ്റ് തന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സാറേ അറിഞ്ഞത് അത്ര പന്തിയല്ലെന്ന്. അദ്ദേഹം സ്നേഹം ഭാവിക്കാൻ തുടങ്ങി, പിന്നെ പയ്യെ തലോടാൻ തുടങ്ങി, വലിയ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. കാര്യം കൂടുതൽ പന്തിയോട് വരുന്നതിന് മുമ്പ് ഞാൻ ജോലി രാജിവെച്ച് പോകുന്നു സാറേ, ഞാൻ ജോലി രാജിവെച്ച് പോന്നു. എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞാൻ ജോലി രാജിവെച്ചു. കയ്പ്, ആറ്റുമായിട്ട് കിട്ടിയ ജോലിയായിരുന്നു, പക്ഷേ ഇവിടെ കയ്പായിപ്പോയി. നല്ലൊരു വിവാഹം നല്ല ആലോചനയായിരുന്നു, കൊള്ളാമായിരുന്നു, നല്ല കുടുംബങ്ങൾ എല്ലാം കൊള്ളാം. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കല്യാണം കഴിച്ച ചെറുപ്പക്കാരന് അവന് മാനസിക രോഗമുണ്ട്. അവന് ആ കല്യാണത്തിൻ്റെ ദിവസങ്ങളിൽ അവൻ മരുന്ന് കഴിച്ചില്ലായിരുന്നു. ഒരാഴ്ച കഴിച്ചപ്പോഴേക്കും രോഗം ഇളകി. മരുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. വയലൻ്റായി. പാവം പെണ്ണിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. പാവം പേടിച്ച അവൾ സ്വന്തം വീട്ടിലേക്ക് ഓടി. കയ്പ്. ഓരോരുത്തരും അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്.
നിങ്ങളുടെ ജീവിതത്തിൽ കയ്പ് എങ്ങനെയെല്ലാമാണ് വന്നത്? 7 പ്രാവശ്യം പരീക്ഷ എഴുതി, IELTS കിട്ടിയില്ല. ഇപ്രാവശ്യം എന്നെ അറിയിച്ചു, സാറേ ഇനി ഞാൻ എഴുതുന്നില്ല. ഞാൻ പറഞ്ഞു, മോളെ നീ എങ്ങനെയാണ് പറയല്ലേ, എഴുതുന്നില്ല എന്നല്ല, ജയിക്കുവോളം എഴുതുന്നു പറയാം, ജയിക്കുന്നവരെ എഴുതുന്നു പറയാം. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യം ഇപ്രാവശ്യം അവൾ എഴുതി, അവൾക്ക് പാസ്സായി. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ളതായ കയ്പിൻ്റെ അനുഭവങ്ങൾ അത് മധുരമാക്കി തരാൻ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ജനം നിലവിളിച്ചു, ജനം കരഞ്ഞു. കയ്പ് വെള്ളം കുടിക്കുന്നു, കയ്പ് വെള്ളമായിപ്പോയല്ലോ. പാവപ്പെട്ട ജനം കരഞ്ഞു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മോശയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളം കയ്പുള്ളതാണ്, എന്ത് ചെയ്യാൻ പറ്റും? മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം മോശയോട് ചോദിച്ചു, നിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു മരം നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ഒരു കാര്യം ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ഇല്ലേ മരം, അത് വെട്ടി ഒരു കൊമ്പ് ആ വെള്ളത്തിലേക്ക് ഇട. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ, മോശയ്ക്ക് അറിഞ്ഞുകൂടാ എന്താ ദൈവം പറഞ്ഞതെന്ന്. പക്ഷേ അനുസരിച്ചു. മോശ അനുസരിച്ചു. വെള്ളത്തിലേക്ക് ആ മരം മുറിച്ചിട്ടു. ആ മരത്തിൻ്റെ ചാറ് അത് വെള്ളത്തിൽ കലർന്നു. വെള്ളത്തിലുണ്ടായിരുന്ന വിഷം മുഴുവനും കൂടി ഈ മരത്തിൻ്റെ കഷ്ണം വലിച്ചെടുത്തു. നോക്കൂ, ഇപ്പോൾ സുന്ദരമായി മധുരമായി ജലമായി മാറി. സ്തോത്രം. ഏതാണ് ഈ മരം? ഏതാണ് ഈ മരം? ഗോകുൽത്തായിലെ മരം, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതായ ആ മരം. ആ മരം, അതിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിൻ്റെ അനുഭവം പ്രാപിക്കുമ്പോൾ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ കയ്പുകൾ മാറുന്നു, നമ്മുടെ ജീവിതം മധുരതരമായി തീരുന്നു. ക്രിസ്തു വന്നാലെല്ലാം മധുരമായി തീരും. ക്രിസ്തുവിൻ്റെ ക്രൂശ് വന്നാലെല്ലാം മധുരമായി തീരും. ക്രൂശിലെ രക്ഷ വന്നാലെല്ലാം മധുരമായി തീരും. രക്ഷയുടെ സന്തോഷം വന്നാൽ എല്ലാം മധുരമായി തീരും. ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ വരണം. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? എന്താ ഇതിൻ്റെ അർത്ഥം? ക്രൂശ് ഹൃദയത്തിൽ വരണം, ക്രൂശ് ജീവിതത്തിൽ വരണം എന്ന് പറഞ്ഞാൽ, ക്രൂശ് മരിച്ചനായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നാഥനായി സ്വീകരിക്കുക. വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ സഭ മാറേണ്ട ആവശ്യമില്ല, പള്ളി മാറേണ്ട ആവശ്യമില്ല, സമുദായം മാറേണ്ട ആവശ്യമില്ല, ഒന്നും മാറണ്ട. നിങ്ങളതിനു വേണ്ടി 10 പൈസ മുടക്കണ്ട, ആർക്കും സംഭാവന കൊടുക്കണ്ട. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ക്രൂശിതനായ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക. ഞാൻ ആവർത്തിച്ച് പറയുന്ന വാക്കാണത്. ക്രൂശിതനായ ക്രിസ്തുവിനെ ക്ഷണിക്കുക. അതിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് സാധിക്കും. നിങ്ങൾക്ക് കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കൈപ്പേറിയ ജീവിതം, ദുരിതപൂരിതമായ ജീവിതം, ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്ത വിധത്തിൽ അലങ്കോലങ്ങൾ തിങ്ങുന്നതായ ജീവിതം, കർത്താവേ നിരാശ മുറ്റിയ ജീവിതം, പരിഭ്രമിപ്പിക്കുന്ന ജീവിതം, ഭയചകിതമാക്കുന്ന ജീവിതം, കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. പ്രാർത്ഥിക്കൂ. നിങ്ങൾ കാണാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കയ്പ് മാറുന്നത്. രോഗം മാറും, ക്ഷീണം മാറും, തളർച്ചകൾ മാറും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും, നിങ്ങളുടെ കേടുകളും കെടുതികളും മാറും, ദുരിതങ്ങൾ തീരും, എല്ലാം മനോഹരമായും ശാന്തമായും തീരും. ക്രിസ്തുവിനെ വിളിക്കുക. സ്തോത്രം. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം അതാണ്. 17-ാമത്തെ വയസ്സിൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിരാശയോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. കാരണം എന്താ, എനിക്ക് പ്രത്യേകിച്ച് വചനം കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇത് പാവികൾക്കല്ലേ വചനം കേൾക്കേണ്ട ആവശ്യമുള്ളൂ. മാനസാന്തരത്തിൻ്റെ ആവശ്യം എനിക്ക് ആവശ്യമില്ലല്ലോ. ഞാൻ പള്ളിയിലെ ഭക്തനല്ലേ. കൃത്യമായിട്ട് നോമ്പുകൾ, മിക്കവാറും പള്ളിയോട് ഏറ്റവും അടുത്ത് വെച്ചാൽ ഏറ്റവും അടുത്ത് 2 നേരവും പ്രാർത്ഥന. അതോ രാവിലത്തെ പ്രാർത്ഥനയൊക്കെ അമ്മ പ്രാർത്ഥിക്കുന്നത് 1.5 മണിക്കൂർ നീണ്ടു നോക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഉറക്കച്ചടോടെ എഴുന്നേറ്റ് ഞാനും പ്രാർത്ഥിക്കും. എല്ലാ കൗമയ്ക്കും കുമ്പിട്ട് നമസ്കരിക്കണം. എല്ലാ പ്രാർത്ഥനയും ചൊല്ലി. പാതിരാത്രിയുടെ നമസ്കാരം മുതല, പാതിരാത്രിയുടെ നമസ്കാരം മുതൽ പ്രഭാത നമസ്കാരം തീർന്നാൽ പോയി തീരില്ല. 7 നമസ്കാരം കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ചുള്ള നമസ്കാരമാണ്. ഇത്രയും നേരം നമസ്കരിക്കണമല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എല്ലാ പ്രാർത്ഥനയും ചൊല്ലിയിരുന്നു. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഈ മറ്റാളുകൾ മദ്യപാനികളായിട്ട് നടക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ വേണം. ഞാൻ ഞാൻ അല്പം ഒന്ന് ഇൻഡിഫറൻ്റ് ആയിരുന്നു. ഞാൻ കംപ്ലേസൻ്റ് ആയിരുന്നു. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ എപ്പോഴോ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ തൊട്ടു. പരിശുദ്ധാത്മാവ് എന്നെ കീറി മുറിച്ചു, എൻ്റെ ഹൃദയത്തെ തകർത്തു.
വചനം എൻ്റെ ഹൃദയത്തെ തകർത്തുകൊണ്ട് എൻ്റെ ഹൃദയത്തേക്ക് ഇടിച്ചിറങ്ങി. ഞാൻ പാപിയാണെന്ന് എനിക്ക് മനസ്സിലായി. അകം ജീർണിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി. പുറമേ പാവം ഇല്ലെങ്കിലും അകത്ത് പാവമുണ്ടെന്ന് മനസ്സിലായി. ആ കാര്യം എനിക്ക് ഉറപ്പാണ്. അകത്ത് പാവമുണ്ട്, പുറമേ പാവമൊന്നും വന്നില്ല. മദ്യപിച്ചിട്ടില്ല, സിനിമ കണ്ടിട്ടില്ല, വേണ്ടാതിനകത്ത് കൂട്ടുകൂട്ടിയിട്ടില്ല, പുകവലിച്ചിട്ടില്ല, ചീത്ത കൂട്ടിയിട്ടൊന്നുമില്ല. ഭാഗ്യവശാൽ അങ്ങനെ ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നല്ലോ. എഴുതായികളൊന്നും പഠിച്ചില്ല, വേണ്ടാതിനൊന്നും പഠിച്ചില്ല. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കൗതുകം തോന്നുന്നുണ്ട്. ഇതൊക്കെ അതുകൊണ്ടാണ് ആ ഒരു ആനന്ദമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. സ്തോത്രം. അരുതായികളിലേക്ക് ഒന്നും പോയില്ലായിരുന്നു, അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, വളരെ കർക്കശക്കാരിയായിരുന്നു, വളരെ ദേഷ്യമുള്ള ആളായിരുന്നു. അങ്ങനെ പോകാനൊന്നും സമ്മതിക്കുകയില്ല ആയിരുന്നു. അപ്പം മരിച്ചെങ്കിലും അപ്പനും അമ്മയായിട്ട് അമ്മ അതുപോലെ തന്നെ നോക്കിയിരുന്നു, അത്ര കർക്കശമായിട്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ അകം മുഴുവൻ ചീഞ്ഞിരുന്നു, അകം മുഴുവൻ ദുർഗന്ധമായിരുന്നു. അശുദ്ധ ചിന്തകൾ, മ്ലേച്ഛ വികാരങ്ങൾ, വൈരാഗ്യങ്ങൾ, ചിലരോടെല്ലാം നല്ല പക, നല്ല വിദ്വേഷം, പ്രതികാര വാഞ്ചയുണ്ട്. കഴിവില്ലാത്തവർ പ്രതികാരം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പ്രതികാര വാഞ്ചയുണ്ട്, ഉള്ളിൽ പ്രതികാര ചിന്തയുണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നു അകത്ത്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ ഈ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് തുറന്നു കൊടുത്തു. കർത്താവേ, ഞാനിതാ ലാസറിൻ്റെ കല്ലറ പോലെ ദുർഗന്ധം വയ്ക്കുന്നൊരു മനുഷ്യൻ. അന്ന് ജീവിതം കർത്താവിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വകയെന്ന്. സ്തോത്രം. നിങ്ങൾ പലവട്ടം കേട്ടതാണെങ്കിൽ ഈ കാര്യങ്ങൾ ഓർത്തുകൊള്ളണം. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയെന്ന് നിങ്ങൾക്ക് പറയാനുള്ളൊരു ഹൃദയം നിങ്ങളുണ്ടാകുമോ? ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. അത് തീരുമാനമെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എൻ്റെ കയ്പ് മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. എൻ്റെ ജീവിതത്തിൽ വരുന്നതായ കയ്പേറിയ അനുഭവങ്ങൾ മാറ്റാൻ ക്രിസ്തുവിന് കഴിയും. ആരെല്ലാം കയ്പ് എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചാൽ അതൊന്നും എന്നിൽ ബാധിക്കാതെ തന്നെ കാക്കുവാനും പരിപാലിക്കാനും സംരക്ഷിക്കാനും ക്രിസ്തുവിന് കഴിയും. വിശ്വസിക്കുക. വീട്ടിൽ നിങ്ങളൊരു വിളക്കായി നിൽക്കുക. വീട്ടിൽ വിളക്കായി നിൽക്കുക. സ്തോത്രം. പറ്റുമോ? ജോലിസ്ഥലത്ത് നിങ്ങളൊരു വിളക്കായി നിൽക്കുക, മാതൃകയായി നിൽക്കുക. പലരും പരിഹസിക്കായിരിക്കും, ആയിക്കോട്ടെ, ആർക്ക് ചെയ്തോ, പരിഹസിച്ചോട്ടെ. പക്ഷേ നിങ്ങൾ നിൽക്കുന്നിടത്ത് വിളക്കായി നിൽക്കുക, പ്രശോഭിക്കുന്ന വിളക്കായി, പന്തമായി തീപ്പന്തമായി നിൽക്കുക. ഈ പന്തത്തിൽ നിന്ന് പ്രകാശം പരിസരങ്ങളിലേക്ക് വ്യാപിക്കട്ടെ. സ്തോത്രം. എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ സൗരഭ്യം വഹിക്കുന്നവരായി നിൽക്കുക, ക്രിസ്തുവിൻ്റെ സുഗന്ധമുള്ളവരായി തീരുക, ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ളവരായി തീരുക. അനേകർക്ക് നിങ്ങളിൽ നിന്ന് വിശുദ്ധിയും സ്നേഹവും പകരുക. നിങ്ങളുടെ അടുത്തൊരാൾ വന്നാൽ അയാൾക്ക് കിട്ടുന്ന സ്നേഹമായിരിക്കണം. നിങ്ങളുടെ അടുത്തൊരാൾ വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിനയമായിരിക്കണം. എന്താണ് ക്രിസ്തുവിൻ്റെ വിനയം എന്നവർ പഠിക്കണം. നിങ്ങളെ കണ്ട് ക്രിസ്തുവിൻ്റെ എളിമ എന്താണ് നിങ്ങളെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം. നിങ്ങളുടെ പെരുമാറ്റം കണ്ട ഇതാണ് ക്രിസ്തുവിൻ്റെ താഴ്മ, ഇതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന് മറ്റുള്ളവർ പഠിക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവം ഇതാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. ക്രിസ്തുവിനെ നിങ്ങൾ കൂടി പ്രതിബിംബിക്കണം. നിങ്ങൾ കൂടി ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. മോശ ജനിക്കുന്ന കാലത്തെ ഈജിപ്തിലെ സ്ഥിതി വളരെ ഭയാനകമായിരുന്നു. ഇസ്രായേൽ ജനങ്ങളുടെ കാര്യം വളരെ ഭയങ്കരമായിരുന്നു. കൈപ്പേറിയ അനുഭവങ്ങൾ കൂടി ഇസ്രായേൽ കടന്നുപോയി. ആ കാലത്താണ് മോശ ജനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരു വെള്ളി നക്ഷത്രം പോലെ മോശ ഉദിച്ചു. അന്ധകാരനിബിഡമായ പ്രതലത്തിൽ ഒരു വെള്ളി നക്ഷത്രം ഇതാ ഉദിക്കുന്നു. വെള്ളി നക്ഷത്രം. ഇരുളടഞ്ഞ വിയൻ മണ്ഡലത്തിൽ ഒരു വെള്ളി നക്ഷത്രം ഇതാ ഉദിക്കുന്നു. മോശ ജനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്രയും കാലം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഒരു പ്രകാശമായി തോന്നിയിട്ടില്ലെങ്കിലും, നിങ്ങളുടെ ഭർത്താവിന്, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ പ്രകാശമായി തോന്നിയില്ലെങ്കിലും, ഇനിയെങ്കിലും ഇനിയുള്ള കാലം കുറച്ചാകട്ടെ അധികമാകട്ടെ, കർത്താവേ, ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ പ്രകാശഗോപുരമായിരിക്കും. ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ പ്രകാശഗോപുരമായിരിക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വ്യർത്ഥമായി അഭിമാനിക്കുന്നില്ല. ഞാൻ തികഞ്ഞവനല്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ഞാൻ നിന്നിടത്തെല്ലാം കഴിയുള്ളിടത്തോളം പ്രകാശമായി നിൽക്കാൻ ഭാഗ്യം കർത്താവ് തന്നു. സ്തോത്രം. കൃപ കർത്താവ് തന്നു. സ്തോത്രം. എന്നോട് ഒരു ഉയർന്ന മനുഷ്യൻ പറഞ്ഞു, സാറ് പ്രിൻസിപ്പലായിരുന്ന കാലത്താണ് സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ സമരം ഉണ്ടാകാതിരുന്നത്.
അതിന് മുൻപ് സമനുണ്ടായിരുന്നു, അതിന് ശേഷം സമനുണ്ടായിരുന്നു. സാറ് പ്രിൻസിപ്പലായിരുന്ന ആ വർഷങ്ങളിൽ ഒരത്ഭുതം. അന്നത്തെ മനോരമപത്രം എഴുതി, പുതിയ പ്രിൻസിപ്പൽ എം.വൈ. മോഹനൻ സാറ് പ്രിൻസിപ്പലായതോടുകൂടി കോളേജിൻ്റെ മുഖച്ഛായ മാറിയെന്ന്. ഞാൻ പൊങ്ങച്ചമർന്നതാണോ? ആണോ? എൻ്റെ കർത്താവിന് സ്തുതി. എന്നെ രക്ഷിച്ച എൻ്റെ യേശുവിന് മഹത്വം കിട്ടുവാൻ വേണ്ടി പറഞ്ഞതാണ്. എൻ്റെ യേശുവിന് മഹത്വം കിട്ടുവാൻ വേണ്ടി പറഞ്ഞതാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. തിരിയൂ നിങ്ങൾ, ഉണരൂ നിങ്ങൾ, ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ കൊടുക്കൂ. ഇന്ന് ഒരു പുതിയ തീരുമാനം എടുക്കൂ. കർത്താവേ, നാളെ തുറന്നു പോയ പാവങ്ങളെല്ലാം ഞാനിതാ താഴെ വയ്ക്കുന്നു. എൻ്റെ ജീവിതത്തിലൊന്നു പോയ തെറ്റുകളെല്ലാം ഞാനിതാ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. മേലില്ല കർത്താവേ, ഇല്ല. ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കാൻ ഞാനിതാ തീരുമാനിക്കുന്നു. ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും. ആരെയും കാണിക്കാനല്ല, ആരെയും ബോധ്യപ്പെടുത്താനുമല്ല, ഹൃദയം കാണുന്ന ക്രിസ്തു പ്രസാദിക്കത്തക്കവണ്ണം ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ ഞാനിതാ തീരുമാനിക്കുന്നു. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശു വാങ്ങും. ആ കൈകൾ നീണ്ടിരിക്കുകയാണ്. 5.2 മീനും വാങ്ങിയ കരങ്ങൾ, ബാലകരുടെ കയ്യിലെ 5.2 മീനും ഏറ്റെടുത്ത കൈകൾ നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുകയാണ്. 5.2 മീനും എടുത്ത കൈകളിൽ കർത്താവ് നിങ്ങൾ ഏറ്റെടുക്കട്ടെ. നിങ്ങളെ അവൻ വാഴ്ത്തട്ടെ. അവൻ നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളുടെ ഭാവി ശോഭനമാക്കട്ടെ. നല്ല കാലം നിങ്ങൾക്ക് തരട്ടെ. ആനന്ദ ഐശ്വര്യം എഴുതുന്ന മാസങ്ങളും അബ്ദങ്ങളും നിങ്ങൾക്ക് തരട്ടെ. സമാധാന കാലങ്ങൾ നിങ്ങൾക്ക് തരട്ടെ. കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ പൈശാചികൻ്റെ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മാറി നിങ്ങൾ ക്രിസ്തുവിന് സ്വന്തമായി തീരട്ടെ. ക്രിസ്തു നിങ്ങളിൽ ആധിപത്യം പുലർത്തട്ടെ. ക്രിസ്തുവിൻ്റെ തിരക്തത്താൽ നിങ്ങൾ കഴുകപ്പെടട്ടെ. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം മാഞ്ഞു പോകട്ടെ. പുതിയ ജീവിതം കർത്താവ് നിങ്ങൾ പ്രദാനം ചെയ്യട്ടെ. കർത്താൻ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ പാൻ നിങ്ങൾ യോഗ്യരായി തീരട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ സമയത്തിനായി സ്തോത്രം. തിരുവചനങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ ജീവദായകമായ തിരുവഴികൾ കേട്ട് ഞങ്ങൾ സംതൃപ്തരാകുവാനും സമ്പുഷ്ടരാകുവാനും അവിടെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്ക്, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നാഥ, അവിടുത്തെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറന്നു ഉയരുമ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിൽ പറന്നു ഉയരാൻ തക്കണം. ഞങ്ങൾ വിശുദ്ധരാക്കി തീർക്കണമേ. അവിടുത്തെ പരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.